വളരെ ഗൗരവത്തോടു കൂടി ഞാൻ തന്നെ നേരിട്ട് പറഞ്ഞൊരു കാര്യമല്ലേ, അടിസ്ഥാനരഹിതമായി ഇല്ലാത്തൊരു കാര്യം ഞാൻ പറഞ്ഞാൽ എൻ്റെ വിശ്വാസത്തിലേക്കല്ലേ ഭംഗം ഏൽപ്പിക്കുന്നത്. 100% അത് ഉറപ്പിച്ച് സ്ഥലവും വാഹനവും പോയ ആളും ഇടനിലക്കാരായി നിന്ന ആളുകളും എല്ലാം കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എന്നോട് ആളുകൾ തെളിവുകൾ ചോദിച്ചു. അതിനേക്കാളും വലിയ തെളിവെന്താ? ഇപ്പോൾ ആ സ്ഥലവും കറക്റ്റാണ്, ഹോട്ടൽ കറക്റ്റാണ്, സമ്മേളനം നടന്ന സ്ഥലം കറക്റ്റാണെന്ന് പറഞ്ഞു. ആദ്യം ചില RSSൻ്റെ ആളുകൾ പറഞ്ഞു ഈ ഹൊസബലെ 3 കൊല്ലത്തേക്ക് തൃശ്ശൂർ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, പല മാധ്യമങ്ങളോടും പറഞ്ഞു, ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി കൊടുക്കുക, ഹൊസബലെ 3 കൊല്ലം വന്നിട്ടില്ലാന്ന്. ഇപ്പം അതൊക്കെ പോയല്ലോ. ഹൊസബലെ വന്നിരുന്നു, 20 ദിവസത്തെ ക്യാമ്പ് RSSൻ്റെ നടന്നിരുന്നു, 3 ദിവസം അദ്ദേഹം തൃശ്ശൂരിലുണ്ടായിരുന്നു. അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ ദൂതനായി ADGP അജിത് കുമാർ കണ്ടു. മുഖ്യമന്ത്രിയുടെ ദൂതനായി ഇപ്പോൾ CPM പറയുന്നത് എന്താ? CPM-ആയിട്ട് അജിത് കുമാർ യാതൊരു ബന്ധമില്ല. ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. CPM-ആയിട്ട് ബന്ധമുണ്ടെന്ന് ഞാൻ പറഞ്ഞു അജിത് കുമാർ മുഖ്യമന്ത്രി, ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം ഒരു ദൂതുമായി വിട്ടതാണ്. അദ്ദേഹത്തിന് നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഇത്തരം കാര്യങ്ങൾക്ക് കേന്ദ്ര ഏജൻസികളുടെ കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കേന്ദ്രത്തെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിനു മുമ്പും അദ്ദേഹം പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചിട്ടുണ്ട്. ശ്രീ ലോകനാഥ് ബെഹ്റ DGP ആയിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഡൽഹിയിലുള്ള ചില ബന്ധങ്ങൾ, കേന്ദ്ര സർക്കാരിലുള്ള ചില ബന്ധങ്ങൾ, അത് ശ്രീ പിണറായി വിജയൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതാർക്കാണ് അറിയാത്തത്? മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രി ആയതിനു ശേഷം മസ്കറ്റ് ഹോട്ടലിൽ കേരളത്തിലെ RSS നേതാക്കളുമായി ശ്രീ M എന്ന് പറയുന്ന ആത്മീയ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയോട് നിയമസഭയിൽ വിരൽ ചൂണ്ടിയാണ് ചോദിച്ചത്, നിങ്ങൾ ഇല്ലാന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമെന്ന്. നേരെ അപ്പുറത്തിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയാണ് ചോദിച്ചത്. മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കേരളത്തിലെ RSS നേതാക്കളുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിക്കാഴ്ച ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് RSSൻ്റെ മുഖപത്രമായ ഓർഗനൈസർ, അതിൻ്റെ പത്രാധിപരായിരുന്ന എഡിറ്ററായിരുന്ന ശ്രീ ബാലശങ്കർ, മലയാളിയായ ബാലശങ്കർ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ഉം BJP-യും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു എന്ന് വ്യക്തമായി പറഞ്ഞല്ലോ. RSSൻ്റെ ഉന്നതനാണ് ബാലശങ്കർ, വളരെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നേരത്തെ 2 കൊല്ലം മുമ്പ് BJP-യും CPM-ഉമായിട്ടുള്ള ഒരു അവിഹിതമായ ഒരു ബാന്ധവമുണ്ട്. അത് ഈ കേന്ദ്ര ഏജൻസികളുടെ കേസുകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ വന്നപ്പോൾ പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, പല മുഖ്യമന്ത്രിമാരെയും കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി അവരെ അറസ്റ്റ് ചെയ്യുകയും അവർക്കെതിരായി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കേസുകളുണ്ടെങ്കിലും കേന്ദ്ര ഏജൻസികൾ പ്രത്യേകമായ ഒരു പ്രിവിലേജാണ് പിണറായി വിജയന് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ പൊളിറ്റിക്കലായിട്ട് പറഞ്ഞാണ്, ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി അങ്ങനെ പ്രസംഗിച്ചത്. അതിനു പകരം ഒരു LDF MLA കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണമെന്നും കൊടുത്താൽ അപ്പോൾ മറുപടി കിട്ടുമെന്നൊക്കെ പറഞ്ഞ് രാഹുൽ ഗാന്ധിയെ അധിക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്ത ആളാണ് പിണറായി വിജയൻ. രാഹുൽ ഗാന്ധി പറഞ്ഞത് കറക്റ്റല്ലേ? ഒരു പ്രത്യേക പ്രിവിലേജ് കേന്ദ്ര ഏജൻസികൾ മുഖ്യമന്ത്രി പിണറായി വിജയന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാന്ധവം, ഈ ഒരു ബന്ധമാണ് പിന്നെ പൂരം കലക്കലിലേക്ക് പോയത്. BJP-യെ തൃശ്ശൂരിൽ ജയിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് പൂരം കലക്കൽ. അതിനാരും മറുപടി പറയുന്നില്ലല്ലോ. എന്തായിരുന്നു അന്നത്തെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും CPM-ന്റെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധം എന്തായിരുന്നു? അതൊരു ഉദ്യോഗസ്ഥൻ അല്ലെ അഴിഞ്ഞാടിയതാണ്, അയാൾ അലങ്കോലപ്പെടുത്തിയതാണ്, അയാൾ അവിടെ നിന്നും മാറ്റി. അയാൾ ഈ അലങ്കോലം മുഴുവൻ ഉണ്ടാക്കുമ്പോൾ ആ തൃശ്ശൂരിൽ ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP അവിടെ ഉണ്ടല്ലോ. അപ്പൊ ഇടപെടൂലേ? സാധാരണ തൃശ്ശൂർ പൂരത്തിന് ADGP ലോ ആൻഡ് ഓർഡറും IG-യും കമ്മീഷണറും എല്ലാം നിൽക്കും. അല്ല, ഏറ്റവും അവിടെ നിൽക്കുന്ന ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശങ്ങളാണ് കമ്മീഷണർ അടക്കമുള്ള താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാർ കേൾക്കുന്നത്. ഇത് സംബന്ധിച്ച് പൂരത്തിനെ സംബന്ധിച്ചിട്ടുള്ള പ്ലാനും മറ്റു കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ പൂരത്തിന് മുമ്പ്. അതിലെ ADGP ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ADGP സ്ഥലത്തുണ്ടായിരുന്ന അന്നാണ് തൃശ്ശൂരിൽ ഈ മുഴുവൻ സമയവും അദ്ദേഹം ഉള്ള സമയത്താണ് ഒരു കമ്മീഷണർ എങ്ങനെ അലങ്കോലപ്പെടുത്തുന്നത്. അപ്പോൾ കമ്മീഷണർക്ക് മീതെയുള്ള ഉദ്യോഗസ്ഥൻ അത് ചോദ്യം ചെയ്യില്ലേ? ഇതൊക്കെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. പൂരം കലക്കിയതാണ്, പോലീസിനെ കൊണ്ട് പൂരം കലക്കിച്ചതാണ് CPM BJP-യെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഒരു സംശയമില്ല. ഇപ്പൊ VS സുനിൽകുമാർ തന്നെ പറഞ്ഞല്ലോ, പൂരം കലക്കിയതിന്റെ ഇരയാണ് VS സുനിൽകുമാർ. അതിന്റെ അർത്ഥം എന്താ? പൂരം കലക്കിയത് കൊണ്ടാണ് അദ്ദേഹം തോറ്റത്, പൂരം കലക്കിയത് കൊണ്ടാണ് അവിടെ BJP ജയിച്ചത്. അവിടെ ഒരു ഹൈന്ദവ വികാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, BJP ചെയ്ത ചെയ്തെന്താ?
BJP ജയിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുവിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും അമ്പലത്തെക്കുറിച്ചും വാദോരാതെ നമുക്ക് ക്ലാസ് എടുക്കുന്ന BJPക്കാർ ജയിക്കാൻ വേണ്ടി പൂരം എന്ന് പറഞ്ഞ ഉത്സവമല്ല, കുറേ അമ്പലങ്ങളിലെ ഉത്സവമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ. ആ ഉത്സവം കലക്കിയല്ലോ BJP. അപ്പൊ ഇവരെന്തൊരു ഈ ഭൂരിപക്ഷത്തെ ഇവർ കബളിപ്പിക്കുകയല്ലേ, ഹിന്ദുക്കളെ കബളിപ്പിക്കുകയല്ലേ. CPM ന്യൂനപക്ഷ പ്രേമം നടിച്ച് ന്യൂനപക്ഷങ്ങളുടെ ആളാണെന്ന് വരുത്തി തീർത്ത് നേരെ BJPയുമായി ബന്ധമുണ്ടാക്കി പൂരം കലക്കി BJPയെ ജയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. രണ്ടുപേരും ജനങ്ങളുടെ മുന്നിൽ അനാവൃതരാവുകയാണ്. അവരുടെ മുഖം മൂടി മാറി യഥാർത്ഥ മുഖം കാണുകയാണ്. ഈ ഒരു ബന്ധം അപകടകരമായ ഒരു ബന്ധം. ഞങ്ങളെപ്പോഴും ഇവരെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ഇവർ തീവ്ര വലതുപക്ഷ സമീപനമാണ്. അതാണ് ഇപ്പം ഇതിന് ന്യായീകരിക്കാൻ ഒന്നുമില്ല. ഇപ്പോൾ ആദ്യം എന്തൊക്കെ പറഞ്ഞത് ഉണ്ടയില്ല വെടിയാണ്, അതാണ് ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെയുള്ളത്. സത്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ഈ അവിഹിതമായ ബാന്ധവമാണ് ഇത്. കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കും. ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പുറകിൽ നടന്നിരുന്ന നാടകം.